ജനപ്രതിനിധി എന്നാൽ വെറും വാഗ്ദാനങ്ങൾ നൽകുന്നവരല്ല, ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നവരാണെന്ന് തെളിയിക്കുകയാണ് തൃക്കണ്ണാപുരത്തിന്റെ കൗൺസിലർ അജിൻ. വർഷങ്ങളായി പോളയും പായലും നിറഞ്ഞ് ഉപയോഗശൂന്യമായി കിടന്ന കൈതക്കുളത്തെ കുളം ഇന്ന് പുനർജനിച്ചിരിക്കുകയാണ്. 4 വർഷമായി ആരും തിരികെ നോക്കാതിരുന്ന ഈ ജലാശയം ശുചീകരിക്കാൻ നാട്ടുകാരെയും സന്നദ്ധ പ്രവർത്തകരെയും ഒപ്പം കൂട്ടി അജിൻ നേരിട്ടാണ് രംഗത്തിറങ്ങിയത്. തൃക്കണ്ണാപുരം വാർഡിലെ കൈതക്കുളത്തെ ആ വലിയ കുളം കഴിഞ്ഞ 4 വർഷമായി പായലും പോളയും നിറഞ്ഞ് മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി ആർക്കും ഉപകാരമില്ലാത്ത ഒരു ചതുപ്പ് നിലമായി മാറിയിരുന്നു. കൊതുകുജന്യ രോഗങ്ങളുടെ കേന്ദ്രമായി മാറിയ ഈ ജലാശയം നോക്കി നെടുവീർപ്പിടാനേ നാട്ടുകാർക്ക് സാധിച്ചിരുന്നുള്ളൂ. എന്നാൽ അജിൻ കൗൺസിലറായി ചാർജ് എടുത്തതോടെ ആ അവസ്ഥയ്ക്ക് മാറ്റം കുറിക്കപ്പെട്ടു. കൗൺസിലറുടെ ആഹ്വാനം കേട്ട് ഒരു നാട് ഒന്നടങ്കം ഒഴുകിയെത്തി. CPIM പ്രവർത്തകരും നാട്ടുകാരും കൈകോർത്തപ്പോൾ അസാധ്യമായത് സംഭവിക്കാൻ തുടങ്ങി. മൂന്ന് ദിവസത്തോളം വിശ്രമമില്ലാത്ത പണി. ഇതിനിടയിൽ പ്രതിസന്ധികൾ വില്ലനായി എത്തി. അഴുക്കുവെള്ളത്തിലിറങ്ങി പണിയെടുത്ത 6ഓളം പ്രവർത്തകർക്ക് കടുത്ത പനി ബാധിച്ച് ആശുപത്രിയിലായി. ആവേശം തോർന്നു പോകാവുന്ന നിമിഷങ്ങൾ. പക്ഷേ കൗൺസിലർ അജിനും കൂട്ടാളികളും പിന്മാറാൻ തയ്യാറായിരുന്നില്ല. തളരാത്ത മനസ്സിനൊപ്പം അവർ വീണ്ടും പൊരുതി. അധികാരമേറ്റ് 2 മാസം തികയും മുമ്പ് 2 കടവുകൾ വൃത്തിയാക്കി അജിൻ തുടങ്ങിയ ഈ ശുചീകരണ വിപ്ലവം ഇന്ന് തൃക്കണ്ണാപുരത്തിന് തന്നെ അഭിമാനമായി മാറുകയാണ്. വാക്കുകളിലല്ല പ്രവൃത്തിയിലാണ് കാര്യങ്ങൾ അടിവരയിടുന്ന ഒരു ജനകീയ മുന്നേറ്റം.
ദൃശ്യം, നിങ്ങളുടെ വാർത്തകൾ നിങ്ങളുടെ ഭാഷയിൽ.